ഒരുപാട് ആൾക്കാർക്കുള്ള ഡൗട്ടാണ് മെഡിക്കൽ കോഡിംഗ് സർട്ടിഫിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൽ നിന്ന് ഡയറക്ട് പേഷ്യന്റ് മാനേജ്മെന്റ് ഇഷ്ടമല്ലാത്ത ആളുകൾ ഈ ഒരു മെഡിക്കൽ കോഡിംഗ് ഏരിയയിലേക്ക് തിരിയുവാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോഡിംഗ്, മെഡിക്കൽ ഓഡിറ്റിംഗ് അങ്ങനെയുള്ള കോഴ്സസ് സർട്ടിഫിക്കേഷൻസ് നമ്മൾ ചെയ്തതിന് ശേഷം എന്തൊക്കെ ടൈപ്പ് ഓഫ് ജോബ് ഓപ്പണിംഗ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിനെക്കുറിച്ച് നമുക്ക് ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻട്രി ലെവൽ, മിഡ് ലെവൽ, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ലെവലിലൊക്കെ നമുക്ക് ലഭിക്കാൻ ചാൻസസ് ഉള്ള ജോബ്സിനെ കുറിച്ചാണ്. ഇത് രണ്ട് സെക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ, ദാറ്റ് ഇസ് ഇൻ ദ ഹോസ്പിറ്റൽ ഓർ ഇൻ ദ ക്ലിനിക്സ്, മെഡിക്കൽ സെന്റേഴ്സ് അങ്ങനെയുള്ള ഏരിയാസ്. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു ഏരിയ ആണ് ഇൻഷുറൻസ് TPS ഓർ ഇൻഷുറൻസ് പേയേഴ്സ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ബ്രോക്കേഴ്സും ഉണ്ട്. ഇതിനകത്ത് തന്നെ എൻട്രി ലെവലിൽ നമ്മളൊരു മെഡിക്കൽ കോഡറായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്ലെയിംസ് പ്രോസസ്സറായിട്ട്, ക്ലെയിംസ് ഓഫീസേഴ്സ്, മെഡിക്കൽ അഡ്ജുഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ പ്രീ ഓത്തറൈസേഷൻ ഓഫീസേഴ്സ് അറ്റ് എൻട്രി ലെവൽ, ദെൻ നെറ്റ്വർക്ക് അസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള പല ജോബ്സും നമുക്ക് റിസീവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ നമ്മൾ ഒരു ബേസിക് ഒരു എൻട്രി ലെവൽ ജോബ്സ് ആണ് ഈ ചെയ്യുന്നത്. അതായത് പ്രോസസിംഗ് ഓഫ് മെഡിക്കൽ ക്ലെയിംസ്. ഇതിനെല്ലാം നമുക്ക് മെഡിക്കൽ കോഡിംഗ് സർട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ മെഡിക്കൽ കോഡ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അവയർനെസ്സും അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളവർക്കാണ് ഈ ജോബ്സിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത്. ദെൻ കമ്മിങ് ഇൻ ടു ദ മിഡ് ലെവൽ. മിഡ് ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീനിയർ ക്ലെയിംസ് പ്രോസസേഴ്സ്, ഇപ്പൊ ഇൻഷുറൻസ് കമ്പനിയിലാണെങ്കിൽ സീനിയർ ക്ലെയിംസ് പ്രോസസർ ഓർ സീനിയർ ക്ലെയിംസ് ഓഫീസർ, സീനിയർ മെഡിക്കൽ അഡ്ജുഡിക്കേറ്റർ എന്നൊക്കെ പറഞ്ഞ ജോബ് വേക്കൻസീസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സെക്ടറിലാണെന്നുണ്ടെങ്കിൽ സീനിയർ മെഡിക്കൽ കോഡർ, അതുപോലെ തന്നെ റീസബ്മിഷൻ ഓഫീസേഴ്സ്, റീസബ്മിഷൻ അനലിസ്റ്റ്, അതുപോലെ തന്നെ കോഡിംഗ് ഓഡിറ്റേഴ്സ്, ഇങ്ങനെ പല സെഷൻസിലും നമുക്ക് ജോബ് ഓപ്പണിംഗ്സ് വരാറുണ്ട്. അതുപോലെ ക്ലെയിം സബ്മിഷൻ ഓഫീസേഴ്സ്, ഇങ്ങനെയുള്ള മിഡ് ലെവൽ ഓഫ് ജോബ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി മൂവിംഗ് ഓൺ ടു ദി ലീഡർഷിപ്പ് ഓർ ഓവർസൈറ്റിംഗ് ജോബ്സ്, അങ്ങനത്തെ റിലേറ്റഡ് ജോബ്സ് ആണെന്നുണ്ടെങ്കിൽ ടീം ലീഡ്സ് ആയിട്ട്, അതായത് കോഡിംഗ്, ഓഡിറ്റിംഗ് ടീം ലീഡ്സ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് സൂപ്പർവൈസേഴ്സ്, ഇതിന്റെ ഒക്കെ മിഡിലിൽ തന്നെ ഇപ്പൊ ക്ലിനിക്കൽ സെക്ടേഴ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ മെഡിക്കൽ സെന്റേഴ്സ് ഒരു ക്ലിനിക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മെഡിക്കൽ കോഡർ അല്ലെങ്കിൽ ഒരു പ്രീ ഓത്തറൈസേഷൻ ഓഫീസർ അങ്ങനെയൊന്നും സ്പെസിഫിക്കലി അവർ ഒരാളെ ഹയർ ചെയ്യത്തില്ല. അതിന് പകരമായിട്ട് ഒരു ഇൻഷുറൻസ് കോർഡിനേറ്റർ ഹു വിൽ ബി ഓവർസീയിങ് ദ കംപ്ലീറ്റ് പ്രോസസ്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോബ്സ് ആയിരിക്കും നമുക്ക് എൻട്രി ലെവൽ, അതുപോലെ തന്നെ മിഡ് ലെവൽ, അതുപോലെ ലീഡർഷിപ്പ് ലെവൽസിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് ജോബ് ഓപ്പണിംഗ്സ് വരുന്നത്. ഇനി ബാക്കിയുള്ള ജോബ് ഓപ്പണിംഗ്സിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം.